പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല ജീവിതത്തിൽ സംഭവിക്കുക. അതുപോലെയുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. ഞങ്ങൾ ചെക്കപ്പിന് പോകേണ്ട ഒരു സമയമായതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വരുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഷോപ്പിലേക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങി തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഡോക്ടറെ കാണിച്ച് ജസ്റ്റ് പുറത്തിറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്ന് ചെറുതായിട്ട് തല ചുറ്റി വീണ്. ഞാൻ ഓൾറെഡി എനിക്ക് പനിയും ഛർദിയും പിന്നെ ചെറിയ വയറിളക്കവും ഉണ്ട്. അപ്പം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ തല ചുറ്റുമെന്നൊക്കെ. അപ്പം ഡോക്ടർ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. ആദ്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രിപ്പ് ഇടാമെന്ന്. ഞാൻ സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ ഡോക്ടറെ റൂമിൻ്റെ മുന്നിൽ തന്നെ ഛർദ്ദിച്ച് തല ചുറ്റിയപ്പം ട്രിപ്പ് ഇട്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം കുറച്ച് ഞാൻ നോർമലായി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി, ഇനി അടുത്ത ബോട്ടിൽ ഇടണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് നന്നായി ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ ഓക്കെ പറഞ്ഞ്. അങ്ങനെ ഇനിയിപ്പം ഞങ്ങൾ വന്നത് ബൈക്കിലായതുകൊണ്ട് തന്നെ തിരിച്ച് ബൈക്കിൽ പോകുന്നത് സേഫ് അല്ലാന്ന് തോന്നി. അതും വൈകിട്ടായതുകൊണ്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പം ഏട്ടനെ വിളിച്ച് രഞ്ജുയുടെ കാറ് കയറ്റി വരാൻ പറഞ്ഞ് എന്നെ വീട്ടിലേക്കാക്കി. ഇനിയിപ്പോൾ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2 ദിവസം റെസ്റ്റ് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ മാങ്കാവ് എത്തിയപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ KSRTC ബസ്സിൽ യാത്രയുണ്ടല്ലോ, ഒരുപാട് എന്താ പറയുക, പല പരിചയത്തിലുള്ള ആൾക്കാർ യാത്ര പോകുന്നത്. അപ്പോൾ പല പ്രായം ഒരു നഗരം എന്ന ക്യാപ്ഷനോട് കൂടിയിട്ട് ഇല്ല ഒരു ബസ്സാണിത് KSRTCൻ്റെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. തിരിച്ചു വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞാവൻ്റെ കൂടെ ഞാൻ കുറച്ച് നേരം കളിക്കുകയാണ്. അവളെ എടുത്ത് നടക്കാനൊന്നും എനിക്കിപ്പോൾ ആവുന്നില്ല. അപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം കിടന്ന് അവളെ കണ്ടപ്പം കുറേ എൻ്റെ പകുതി അസുഖം മാറിയ പോലെ എനിക്ക് തോന്നി. എന്നാലും ഒരു ക്ഷീണമൊക്കെ വിട്ടു. ഒന്ന് കുളിച്ചപ്പം തന്നെ കുറച്ച് ആക്കം തോന്നി. പിന്നെ ട്രിപ്പ് ഇട്ടതുകൊണ്ട് ആ തലകറക്കമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും, ഫുഡ് ലൈറ്റായിട്ട് കഴിക്കാനാണ് പറഞ്ഞത്. പിന്നെ ശൈലേച്ചും മോളും അമ്മയൊക്കെ വിളക്കെത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ചെറിയ പ്രായത്തിലെ നമ്മൾ കുട്ടികളെ ഇങ്ങനെയൊക്കെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വലുതായാലും ആ ഒരു ശീലം ഉണ്ടാവും. അപ്പോൾ ഇപ്പം മോളാണെങ്കിൽ എല്ലാം ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരു ടൈമാണ്. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്നതൊക്കെ ചെയ്യും. ഇപ്പോൾ ക്ലാപ്പ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. കണ്ട് രസിക്കാൻ തന്നെ നല്ല രസമാണ്. അതിനെ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ എടുക്കാൻ തോന്നും. നല്ല ക്യൂട്ട് ബേബിയാണ്. നിങ്ങളെ അഭിപ്രായം പറയണം. കുറേ കളിച്ചതിന് ശേഷം വാവയും ലച്ചു ഉറങ്ങിപ്പോയിട്ടോ. ലച്ചുമോള് മാല ഇട്ടിട്ടുണ്ട് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പുലർച്ചയ്ക്ക് ഏട്ടൻ്റെ കൂടെ അമ്മയും മോളും കൂടിയിട്ട് മലയ്ക്കൊക്കെ ശബരിമലയ്ക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഈ സമയത്ത് രഞ്ജുയുടെ മക്കളെ വീട്ടിൽ നിന്ന് ഇവിടെ കുന്നത്തുവാല ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കൂട്ടി കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കൊച്ചു വിശേഷം. നമുക്ക് നല്ല നല്ല വിശേഷങ്ങൾ